ഇത്രയും ഞാൻ മെനക്കെട്ട് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഈ ബീഫിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റും അത്രയും സ്പെഷ്യലാണ്, വളരെ യൂത്താണ്. ആരാ വരുന്നതെന്ന് വെച്ചാൽ ഡയറക്ടർ ലിയോണും വൈഫുമാണ് ആനീസ് കിച്ചണിലേക്ക് വരുന്നത്. സ്റ്റെഫിയാണ് വൈഫ്. സ്റ്റെഫിനെ കുറിച്ച് ഞാൻ പറയണ്ട, സ്റ്റെഫിയെ നമുക്ക് എല്ലാ മലയാളികൾക്കും നല്ലോണം അറിയാം. എന്തായാലും ആ കപ്പിളിനെ ഞാൻ ആനീസ് കിച്ചണിലേക്ക് വിളിക്കാം. സർ, ഹാർട്ടി വെൽക്കം. നമസ്തേ. നമസ്തേ. ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ, സ്റ്റെഫിനെ എല്ലാവർക്കും അറിയാം. പിന്നെ ബിഹൈൻഡ് ദ ക്യാമറ ആയതുകൊണ്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? കറക്റ്റ് അല്ലേ? കുറെ വേറെ ബോസ് അറിയണമെങ്കിൽ നമുക്ക് വർത്താനം പറയാം. ഓക്കെ, ഓക്കെ. സാറിനോടായിരിക്കട്ടെ ഫസ്റ്റ്, ഇതവിടെ നിൽക്കട്ടെ, അതൊക്കെ ചോദിക്കാം. ടെൻഷനുണ്ട്? ഇല്ല. ഇപ്പം സാറിനോട് ചോദിക്കുമ്പോഴത്തേക്ക് അതിനെക്കാട്ടിലും ടെൻഷന്റെ ഫേസ് ആണ് സാറിന്റെ ഫേസിൽ. എനിക്കൊന്നുമില്ല, ഞാൻ വളരെ ഫ്രീ ആയ മനുഷ്യനാണ്. ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് പഠിക്കുകയായിരുന്നു. എന്നതാ പഠിച്ചത്? കാരണം എനിക്ക് കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും, കാരണം ഞാൻ പല എപ്പിസോഡും കണ്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഒരു വെറൈറ്റി എനിക്ക് ഈ ടോൺ സാധാരണ സെറ്റിൽ കാണാത്തൊരു ടോണാണിത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഏറ്റ് മേടിക്കാം. താങ്ക് യു. ഐ മീൻ ഒരു ഡയറക്ടർ അല്ലേ, അപ്പൊ പിന്നെ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കണ്ണിൽ പെടുന്നത്. ഫസ്റ്റ് സർ ഏതാണ് ചെയ്തത്? ആഡ് ഫിലിം ആണ്? ഞാൻ ശരിക്കും എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. ശരിക്കും ഡ്രാമയായിരുന്നു ഞാൻ ആദ്യം. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാമ, നല്ലൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തണം. അങ്ങനെ ഒരു ലോകപ്രശസ്തനായ ഒരു നാടക നടനാവാൻ ആഗ്രഹിച്ച മനുഷ്യൻ. സിനിമ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. സിനിമ കാണുന്നോ അല്ലെങ്കിൽ സിനിമ എൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ പോകുമ്പോൾ തന്നെ ഞാൻ അവരെ കളിയാക്കും, നിങ്ങൾക്കൊക്കെ പ്രാന്താണ് സിനിമ കാണാൻ പോകുന്നത്. എനിക്ക് സിനിമ ഇഷ്ടമില്ല, സിനിമയോട് യാതൊരു താല്പര്യമില്ല, സിനിമ നടന്മാരോട് താല്പര്യമില്ല. അങ്ങനെ അന്നൊക്കെ ഈ ദൂരദർശനിൽ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പണ്ട് ഒരു മലയാള സിനിമ ഉള്ളപ്പം ഞാൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. കാരണം അടുത്ത വീട്ടിൽ ആൾക്കാരൊക്കെ സിനിമ കാണാൻ പോകും. എനിക്ക് ഇഷ്ടമില്ല സിനിമ, നാടകമായിരുന്നു എൻ്റെ ലോകം. അങ്ങനെ ഓട്ടോമാറ്റിക്കലി കോളേജ് ജീവിതം നടന്നപ്പം, ഡിഗ്രി കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ചേഞ്ച്, ട്വിസ്റ്റ്. കാരണം വീടിനടുത്ത് എൻ്റെ ഒരു ട്യൂഷൻ ടീച്ചറിൻ്റെ കല്യാണം നടന്നു. ആ കല്യാണം നടന്നപ്പം എൻ്റെ വീടിൻ്റെ മുന്നിലാണ് പാർക്കിംഗ് നടക്കുന്നത്, എല്ലാ വണ്ടിനും പാർക്കിംഗ്. അവിടെ ഒരു മാരുതി ഒമ്നി വാൻ കൊണ്ട് നിർത്തി. നോക്കുമ്പോൾ അതൊരു വീഡിയോഗ്രാഫേഴ്സിൻ്റെ വണ്ടിയാണ്. അതിൽ നടുക്കൊരു വീഡിയോഗ്രാഫിയുടെ പേരെഴുതിയേക്കുക. അവർ പെട്ടെന്ന് ഡോർ തുറക്കുന്നു, ക്യാമറ എടുക്കുന്നു. അപ്പോൾ വീഡിയോഗ്രാഫറെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, കാരണം വളരെ ഹാൻഡ്സമാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ എല്ലാം നടത്തുന്ന കാര്യങ്ങൾ. വീഡിയോഗ്രാഫർ, 2 അസിസ്റ്റൻസ്. അന്നത്തെ ഒരു കുറച്ച് കാലം മുമ്പാണ്. അപ്പോൾ എൻ്റെ മമ്മി എല്ലാം കുറച്ച് ടൈമെല്ലാം കഴിഞ്ഞ് പറഞ്ഞു, ആ കല്യാണമൊക്കെ അന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു, ഒരു ഹിന്ദു മാരേജ് ആയിരുന്നു. മോനെ, നിനക്കിത് പഠിക്കാൻ പോയിക്കൂടെ? കാരണം മമ്മി നോക്കുമ്പോൾ ഒരു വലിയൊരു സ്റ്റാറാണ്, അയാളാണ് ഇതെല്ലാം നടത്തുന്നത്. ഒരു ആ നാട്ടിൽ ഒരു ലീഡർഷിപ്പ് ഭയങ്കര സംഭവമാണ്. അപ്പോൾ എനിക്ക് ക്യാമറ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ക്യാമറ ഒന്നും അറിയത്തില്ല അങ്ങനെ. അപ്പോൾ ഞാൻ മമ്മി പറഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു, ഇതെന്ത് സംഭവം. അപ്പോൾ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്നൊരു മൈൻഡ് ആ സമയത്തുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് മറ്റേ ഓട്ടോമൊബൈൽ എഞ്ചിനൊക്കെ താല്പര്യമായിരുന്നു. നാടകം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫഷൻ നോക്കാം. അങ്ങനെ പിറ്റേന്ന് ഞാനിങ്ങനെ പത്രത്തിൽ കാണാണ് ഒരു അക്കാഡമിയെക്കുറിച്ചിട്ട്, ഫിലിം അക്കാഡമിയെക്കുറിച്ചിട്ട്, അത് എൻട്രൻസ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അതിൽ പെടുന്നു. സിനിമാറ്റോഗ്രാഫിയാണ് ഞാൻ പഠിച്ചത്, ഡയറക്ഷൻ പഠിച്ചിട്ടില്ല. അങ്ങനെ കറങ്ങി അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എത്തി. പിന്നീട് നാടകം കണ്ടിട്ടേ ഇല്ല. പിന്നീട് ശരിക്കും പറഞ്ഞാൽ പുള്ളിയാന്ന് ശരിക്കും ഇൻസ്പയർഡ് ആയത്. ഹാൻഡ്സം ലുക്കും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും എല്ലാം കണ്ടപ്പോ നാടകം വേണോ, ഇത് വേണോ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇതിൽ കയറി ചാടേണ്ട കാര്യമില്ല. അങ്ങനെ അയാളാണ് പറയുകയാണെങ്കിൽ, കാരണം അമ്മയുടെ ഒരു സപ്പോർട്ടും അയാളുടെ ഒരു ഫിഗർ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പൊ എന്തോ ആൾക്കാർ ഭയങ്കര ഒരു ബഹുമാനം കിട്ടുന്ന ഒരു സംഭവം എനിക്ക് തോന്നി. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എത്തി. പിന്നീട് ചെന്നൈയിലെ ജീവിതം, കാര്യങ്ങൾ. പിന്നീട് സ്ട്രഗിൾ ചെയ്തോ ചെന്നൈയിൽ? ഭീകരമായിട്ട്. അപ്പൊ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലിയോൺ നമ്മുടെ ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ ഒരു സുഖം ഇപ്പൊ ഉണ്ട്, അതിനൊരു സുഖമുണ്ട്, പിന്നീട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ അനുഭവമാണ് വലിയ പാഠപുസ്തകം എന്ന് പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് ഓരോ ഏജ് കഴിയും തോറും പാഠം അങ്ങനെ, പിന്നെ ഡേ ബൈ ഡേ നമുക്ക് ഓരോ ലെസൺസ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഇനി സ്റ്റെഫി റെഡി ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരാ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. അതെ, സ്റ്റെഫി ഇതിലേക്ക് എങ്ങനെയാ വന്നേ? ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എൻട്രി അറിയില്ല. ഐ മീൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഷീസ് ആൻ അഡ്വക്കേറ്റ്. അതെ, അതിനുള്ള എന്താ പറയുക, ഭയങ്കര വർത്താനം പറയോ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ആരാ ജയിക്കുന്നത്? വഴക്കുണ്ടാകും സ്വാഭാവികമായിട്ടും. നമ്മൾ തോൽവി സമ്മതിക്കുന്ന ഒരാളാണ് ഞാൻ. സ്റ്റെഫി
കാരണം തോൽവി സമ്മതിക്കുന്നത് അംഗീകരിച്ചോ? സ്റ്റെഫി ജയിച്ചെന്നല്ല, ഞാൻ തോൽവി സമ്മതിക്കുകയാണ് കാരണം കാരണം പുള്ളിക്കാരുടെ വഴക്ക് വെക്കാൻ ഭയങ്കര രസമാണ്. കാരണം അത് പ്രത്യേക കാരണം ഞാൻ പലപ്പോഴും ഈ കോടതിയിൽ പോയിട്ട് വാദിക്കുന്ന ഒരു കാര്യം എനിക്ക് കാരണം ലാംഗ്വേജിന്റെ ഒക്കെ ഭയങ്കര കാരണം ചില ഇപ്പോഴും ആൾക്ക് ചില ലാംഗ്വേജ് അതായത് മലയാളത്തിനല്ല വാക്കുകൾ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നില്ല 2-3. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാദി പ്രതിയാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരാം. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, ചെയ്യാറുണ്ട്. അതാണ് അപ്പൊ അതിൽ ആര് ചോദിക്കും ഇവിടെ തോറ്റ് തരുന്നോണ്ട് മാത്രം സ്റ്റെഫി ജയിക്കുന്നു അങ്ങനെയല്ല. അങ്ങനെ അപ്പൊ കോടതിയിൽ പോയി വാദിച്ചിട്ടുണ്ടോ? വാദിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ, ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. പ്രാക്ടീസ് ഇഷ്ടമായിരുന്നു ഈ പ്രൊഫഷൻ? ഇഷ്ടം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. ശരിക്കും സത്യം എനിക്കുണ്ടല്ലോ ഒരു എയർ ഹോസ്റ്റസ് ഒക്കെ ആവണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയുടെ വലിയ നിർബന്ധമായിരുന്നു ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണമെന്ന്. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ആയിക്കോട്ടെ, ഞാൻ അഡ്വക്കേറ്റ് ആയി. പക്ഷെ ഇപ്പം ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല, എന്റെ ആഗ്രഹം അല്ലല്ലോ, നിർബന്ധപൂർവ്വം ഒരാൾക്ക് വേണ്ടി ചെയ്തതല്ലേ. അതെ, അപ്പൊ അമ്മയുടെ ആഗ്രഹം സാധിച്ചു. പക്ഷെ എനിക്കിപ്പോ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ പോവാറുണ്ട്, ഫാമിലി കോർട്ടിലായിരുന്നു, കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ തുടങ്ങിയോ? ഇഷ്ടമാണ്, കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഭാവിയിൽ ഒരു വലിയ നല്ലൊരു അഡ്വക്കേറ്റ് ആയാൽ which one you will choose? ഈ കരിയർ ആണോ അതാണ്? അത് ഞാൻ ഇതേ സെലക്ട് ചെയ്യുള്ളൂ. അയ്യോ, എത്ര പേര് ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നുണ്ടാവും, മാഡം ഇതൊന്ന് വാദിച്ചു തരൂ, ഞങ്ങളെ ജയിപ്പിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കുമ്പോ ഈ ഫാമിലി കോർട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെനിക്ക് ഇഷ്ടമാണ്. ഫുള്ള് ട്രാക്ക് ഭയങ്കര രസമാണല്ലോ, സീരിയലൊക്കെ അങ്ങനെയൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ശരി, കൗൺസിലിംഗിന് വരുന്ന ആൾക്കാരോട് ആരെങ്കിലും മോൾ ഇങ്ങനെ കൗൺസിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ നേരെയാക്കി വിടാറുണ്ട്. അതുകൊണ്ട് കാരണം വെച്ചാൽ പുള്ളിക്കാരി വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വലിയൊരു കൽപ്പണി കഴിഞ്ഞ ഫീൽഡാണ് ആൾ വരുന്നത്. കാരണം ഈ കൗൺസിലിംഗ് ഭയങ്കര ഇതാണ്, സ്ട്രെസ്സാണ്. കാരണം ഇവരുടെ ഈ നെഗറ്റീവ് ഉണ്ടല്ലോ, ഇവർ പറയുന്ന സംഭവം എല്ലാം പറഞ്ഞ് ഓർത്തോണം സ്റ്റെഫിയുടെക്കാളും ഒരു 10 മടങ്ങ് വലിപ്പമുള്ളതും പ്രായമുള്ളതും അനുഭവങ്ങളുള്ള ആൾക്കാരാണ് സ്റ്റെഫിയുടെ അടുത്തേക്ക് വന്ന് അവരുടെ വിഷയം പറഞ്ഞത്. 45 വയസ്സ് 50 വയസ്സുള്ള ഒരു ആന്റി വന്നിട്ട് അവർ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്. അങ്കിളിനെ ആന്റി ഡൈവോഴ്സ്. അപ്പൊ കെട്ടിച്ചു വിട്ട മക്കളൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ സംഭവം കേട്ട് ഈ സാധനം ഭക്ഷണം പോലും കഴിക്കാണ്ടെങ്കിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി മേലാൽ ഒരു കൗൺസിലിംഗ് ഒന്നും കാരണം നമുക്ക് ടയേർഡാകണം, മെന്റലി ഇങ്ങനെ ഡൗൺ ആയിട്ട്. അങ്ങനെ അവരൊക്കെ പിന്നീട് അവർ ഭയങ്കര സ്ട്രോങ് ആയി. അവരെ കാണുമ്പോൾ അവരെല്ലാം ഭയങ്കര മോളെ ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞു. 40 വർഷമായിട്ട് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞാൽ 35 വർഷം 40 വർഷം ആൾക്കാർ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ അവരുടെ മോടെ പ്രായമുള്ള ഇവളെ കണ്ടപ്പോൾ വലിയ ഉപകാരം ഞങ്ങൾ ഒന്നിപ്പിച്ചെന്ന്. എനിക്ക് അതിനകത്തെ കോമഡി ഒന്നും മനസ്സിലാവുന്നു. ഒന്നിപ്പിക്കും അങ്ങനെ നല്ല രസമാണ് അവരുടെ. സ്ഥിതി പറഞ്ഞ പോലെ ഭയങ്കര അവീത ട്രാക്കാണ്. നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുകയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 50 വയസ്സായ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വന്ന് സ്റ്റെഫിയുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്തറിയാമോ ചേച്ചി? എനിക്ക് തോന്നുന്നു അവരുടെ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ ഇത് ശരിയല്ലേ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചില്ലല്ലോ. പക്ഷെ എനിക്ക് അതിനു വേണ്ടി നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ലിയോച്ചോട് പറയണം. അപ്പൊ പുള്ളിക്കും അത് കേൾക്കുന്നത് എന്ത് സംഭവം ഇന്നിപ്പോ ഞാൻ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാഡം പറയുന്ന എല്ലാ കാര്യങ്ങളും ചേച്ചി പറയണ എല്ലാ കാര്യങ്ങളും. അപ്പൊ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, എന്നെ ഒരിക്കലും സാറെന്നും വിളിക്കരുത്. അല്ല അങ്ങനെ വിളിക്കില്ല. കാരണം എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഹാപ്പി കേട്ടോ. കാരണം എനിക്കത് കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ ഇതാ പറയുന്നത് ഒരു എഡിറ്റിങ്ങിന്റെ ഫോർമാറ്റ് എന്തെന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരു സംവിധായകന്റെ വൈഫാണ്. അതിനപ്പുറം മലയാളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നായികയായിരുന്നു. അതിൻ്റെയൊക്കെ മുന്നേ നമ്മളിരിക്കുമ്പോൾ നിങ്ങളിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. സാറിന്ന് പഠിച്ച ഷായി സാറിന് പഠിച്ച കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഫാമിലി ഫോട്ടോ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ട്. ഞങ്ങളുടെ സായി സാറിന്റെ മക്കളെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഇന്ത്യൻ കോഫീസിൽ നിന്ന് 3 ആൾക്കാർ നല്ല അടി അടിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അപ്പൊ അങ്ങനെ കാരണം എനിക്ക് മക്കളെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി മോളുടെ കാര്യം ചെയ്യും. അപ്പം അത് നമ്മൾ അഡ്വക്കേറ്റ് കുറച്ച് താത്ത് വെച്ചേക്കുക. ഇപ്പൊ നമുക്ക് മോഡലിംഗും ആക്ടിങ്ങും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ. ഇപ്പൊ സോഫാർ എത്ര ഫിലിംസ് ചെയ്തു? ഫിലിം 2 ചെയ്തിട്ടുള്ളൂ. കഥാവിശേഷൻ, ലൈഫ് ലിയോച്ചന്റെ പടമാണ്. അവിടെയാണോ നിങ്ങൾ തമ്മിൽ കണ്ടേ? അല്ല, കണ്ടതൊക്കെ അതിന് മുമ്പേ. ഞാനൊക്കെ എഴുതിയേ കല്യാണം കഴിഞ്ഞ വിട്ടെന്ന് ലൈഫിലൂടെ സ്റ്റെഫിക്ക് ഒരു ലൈഫ് കൊടുത്തു. ലൈഫിന്റെ സത്യത്തെ അങ്ങനല്ല. കാരണം അത് എന്നാ പിന്നെ നിങ്ങൾ സത്യം പറഞ്ഞു. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മ്യൂസിക് ആൽബം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു
ഫൈറ്റൊക്കെ അറിയാവുന്ന ഒരു കുട്ടീനെ വേണം, കുറച്ച് പോർഷൻ ഫൈറ്റ് സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിങ്ങനെ ഫൈറ്റ് പുതിയൊരാളെ കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു കാലിക്കറ്റ് ഒരു കുട്ടിയുണ്ട്, ഫൈറ്റൊക്കെ അറിയാം, ഭയങ്കര ജാടയാണ്, രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് വാങ്ങിയിട്ടുണ്ട്, NCC നാഷണൽ കേഡറ്റാണ്. പിന്നെ പോരാത്തതിന് TV ചന്ദ്രൻ്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരല്ല അവളുടെ അപ്പൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥാവശേഷം പടത്തൊക്കെ അഭിനയിച്ചു. എൻ്റെ ഈ ഷോപ്പിൻ്റെ മുന്നിൽ നിന്നാണ് കോളേജിൽ പോകും വണ്ടി കയറുന്നത്. കാരണം അവിടെ മാവൂർ റോഡ് എന്ന സ്ഥലത്ത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, സംഭവമല്ല, ഞാനിത് കെട്ടാൻ വേണ്ടിയിട്ടല്ലോ, എനിക്ക് ഫൈറ്റ് അറിയാൻ വേണ്ടി ഒരാളെ, അതിന് നീ ഇത്രമാത്രം ഈ ഇൻട്രോഡ് ആവശ്യമില്ല. ഞാൻ നമ്പറൊക്കെ ഉണ്ട്, അത് നമുക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്പറൊക്കെ എടുത്ത് ഞാൻ കാലിക്കറ്റ് എത്തി. ഞാൻ ഈ പുള്ളിക്കാരുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് വന്ന ഒരു സന്ധ്യാസമയത്തായിരുന്നു. എൻ്റെ കൂടെ 3-4 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓടി ഇങ്ങനെ അകത്തേക്കൊക്കെ പോയപ്പോൾ മനസ്സിലായി മാർഷൽ ആർട്സ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മാർഷൽ ആർട്സ് ചെയ്യുന്നത് മനസ്സിലായി. അപ്പോൾ അവിടുന്ന് കാര്യമൊക്കെ സംസാരിച്ച് പുള്ളിയുടെ ഫാദർ ഉണ്ട്, അമ്മയുണ്ട്, കുഴപ്പമില്ല, നാളെ മറ്റന്നാളാണ് കോളേജ് പഠിക്കുകയല്ലേ, ഡിഗ്രിക്ക് പഠിക്കുന്നു, നാളെ മറ്റന്നാളും കോളേജില്ല. ഞാൻ പറഞ്ഞ അർജൻറ്റാണ് ഇങ്ങനെ ഒരു സംഭവം, ഫൈറ്റ് വന്ന് ചെയ്തു, കുഴപ്പമില്ല, പറയുന്ന സംഭവം ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു 2-ാം ദിവസം ഉച്ചയ്ക്ക് മനസ്സിലായി ഇത് ജാടയല്ല. എൻ്റെ ക്യാമറമാനും പറഞ്ഞു ഈ കൊച്ചിന് ജാടയൊന്നുമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാരുടെ ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പേരൻസിനടുത്ത് പോയി നമ്മുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരാളോട് സംസാരിക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല. നേരെ പോയിട്ട് അപ്പൻ്റെ അമ്മയുടെ നടുക്കിരിക്കും. അപ്പൻ്റെ അമ്മയുടെ നടുക്കിരിക്കുന്ന മറ്റൊരു വശം ഉണ്ടാണ്, അവരിങ്ങനെ ചോറൊക്കെ എടുത്ത് കൊടുക്കും. പാമ്പറിങ്, ഭയങ്കര പാമ്പറിങ്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഓറഞ്ചൊക്കെ ഇങ്ങനെ അതിൻ്റെ അല്ലി ഇങ്ങനെ എടുത്ത് ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതങ്ങ് തിന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും വരുന്നു, ചെയ്യുന്നു. അപ്പോൾ അതിന് അതേ മനസ്സിലാവുന്നു. അത് ഈ ജാട ഫീൽ ചെയ്തല്ല, ചിലത് മനസ്സിലാവാത്തതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരെ അതിൻ്റെ വഴിക്ക് പോയി. പിന്നീട് വീണ്ടും ഒരു 4-5 മാസം കഴിയുമ്പോൾ അടുത്തൊരു വർക്കിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വിളിച്ചതല്ല, പുള്ളി തന്നെ മോഡലായിട്ട് വന്നു. അല്ല സത്യം, മോഡലായിട്ട് വന്നു. ഒരു ബുക്കിൻ്റെ ഒരു മോഡലായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് പ്രണയമോ കാര്യങ്ങളോ ഈ കുട്ടിനെ കല്യാണം കഴിക്കണമെന്ന് ഒരു യാതൊരു താല്പര്യമില്ല. ഞാൻ എൻ്റെ വേറൊരു മൂഡായിരുന്നു, എൻ്റെ പണിക്ക് പോയി. അതും കഴിഞ്ഞ് അടുത്തൊരു സംഭവം, അടുത്തതിനകത്ത് 3 ലേഡീസിനെ വെച്ചിട്ടൊരു സാധനം വന്നു. അതൊരു അപ്പോൾ ഏകദേശം 5-8 മാസം കഴിഞ്ഞു. അതിനകത്ത് വന്നപ്പോഴത്തേക്കും ലിയോ ചേട്ടാ എനിക്ക് ഡയറക്ഷൻ പഠിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഡയറക്ഷൻ എന്ത് പഠിക്കുന്നത്, ഇപ്പോൾ പാഷനാണോ അതോ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പോകുന്നത്, അത് എന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതല്ല, ഞാനിത് പഠിക്കണമെന്ന് ഇപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നീ അന്ന് വന്നില്ലേ അവൻ്റെ ഒപ്പം തന്നെ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ വായുവിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവം സ്പോട്ടായിട്ട് പറഞ്ഞ കാര്യം ചെയ്തു, അങ്ങനത്തെ അങ്ങനെ ചെയ്തു. അപ്പം അത് കണ്ട് പഠിക്കാനാണെങ്കിൽ എന്തിനും പഠിക്കുകയാണെങ്കിൽ അയാളുടെ ഒപ്പം പഠിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് വർക്ക് വന്നു. ഞാൻ പറയുകയാണെങ്കിൽ മോട്ടറിൻ്റെ അടുത്ത് നിന്നോ ഒരു ഷോർട്ട് കഴിഞ്ഞ് വന്ന് നിന്നു. കുറച്ചേരൊക്കെ ഒന്ന് അതതിൻ്റെ വഴിക്ക് പോയി. ഇതങ്ങനെ പഠിക്കുന്ന സംഭവമല്ലോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു പള്ളിയിൽ വെച്ച് കണ്ടു, കോഴിക്കോട്. ഞാൻ കാലിക്കറ്റ് ഉണ്ട്. അപ്പം അവിടെ വെള്ളിയാഴ്ച പള്ളി വെച്ച് സ്റ്റെഫി ഞാൻ പറഞ്ഞു ശരി. ഞാൻ ഫോണൊന്നും പുള്ളിക്കാരത്തി മൊബൈൽ ഫോണൊന്നുമില്ല. ആ സമയത്ത് ലാൻഡ് ഫോണേ ഉള്ളൂ. അതിൻ്റെ പിറ്റേന്ന് ഇവളൊക്കെ പള്ളിയിൽ നിന്ന് കണ്ടതിൻ്റെ പിറ്റേന്ന് ഞാൻ ലാൻഡ് ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഹലോ സ്റ്റെഫി, എന്താണ്? അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം പറയാൻ വിളിച്ചാണ്, വേറെ ഒന്നുമല്ല, കുട്ടി ആരെങ്കിലും പ്രണയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡയറക്റ്റായിട്ട് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? എന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് ചേട്ടാ. സംഭവം കോളേജിലിങ്ങനെ ഞാൻ വേറെ ഒന്നുമല്ല, കുട്ടി ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണ് ഒരു അഫെയറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. കോളേജ് ലൈഫൊക്കെയാണ്. ഞാൻ വേറൊരു ലോകമാണ്. ഞാനിപ്പോൾ ചോദിച്ചെന്ന് വെച്ചാൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ല മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ കയറിയിട്ട് മാന്തേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പലരും പറയണം, മേലെ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ വിളിക്കാൻ പാടില്ല, ഓക്കെ കട്ട്. ഞാൻ നിർത്തി. ഞാൻ എല്ലാം കഴിഞ്ഞു. പിന്നെ സംഭവം മോശമല്ലേ, ഞാൻ ചോദിച്ചു, കുട്ടിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത്ര ഡയറക്റ്റായിട്ട്, അല്ലാണ്ട് വേറെ അതിന് മീഡിയേറ്റേഴ്സ് ഒന്നുമില്ല, ഡയറക്റ്റ്. ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ പറയണം, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാം. പിന്നൊരു ആണല്ലേ, താങ്ക് യു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് സ്റ്റെഫി എന്നെ വിളിക്കാണ്. 6 മാസം കഴിഞ്ഞിട്ട്, ഹലോ ലിയോ ചേട്ടാ, ഞാൻ MG റോഡിലൂടെ നിൽക്കാം. അതെ, അന്ന് പറഞ്ഞ കാര്യത്തിന് 6 മാസം കഴിഞ്ഞിട്ട് കത്തിയത്. 6 മാസം കഴിഞ്ഞിട്ട് പഠിച്ചതാ. ലിയോ ചേട്ടാ അന്ന് പറഞ്ഞ കാര്യം എന്ത് കാര്യം? അന്ന് അല്ല ചേച്ചി, എനിക്ക് സംഭവം മറന്നുപോയി. ഞാൻ ഇത് അങ്ങനെ പോണില്ലല്ലോ. അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് എനിക്കും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് ചിന്തിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, പള്ളിയിൽ അതിനുവേണ്ടി പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, പ്രൊസീഡ് ചെയ്യാന്നുള്ള സംഭവം തോന്നി. അപ്പം ഞാനും കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ ഞാൻ MG റോഡിൽ നിൽക്കുന്നത് ഞാൻ ശരി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴൊക്കെ മമ്മി പറഞ്ഞു,
ഒരു കുട്ടി വിളിച്ചായിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ മമ്മിയോട് ചോദിച്ചു, മമ്മി ഇങ്ങനെ മോൻ ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, ഒന്ന് ഓർത്ത് നോക്കണേ. പറഞ്ഞു മമ്മിയുടെ അഭിപ്രായം എന്താ മോനെ കുറിച്ചൊന്നും. മമ്മി അന്തപ്പെട്ടു. അമ്മ ഒരു മോശം പറഞ്ഞു 5 മിനിറ്റോ 10 മിനിറ്റ് പിൻ ഡ്രോപ്പ് സൈലന്റ് ആ ഏരിയ മതി. അങ്ങനെ വന്നു മമ്മി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മമ്മിക്ക് താല്പര്യമൊക്കെ ആയി. ഇവിടെ ഇങ്ങനെ ആ റൂട്ടൊക്കെ വന്ന് മൊത്തത്തിൽ ഒരു സാധാരണ ഒരു ലോൺ എടുക്കുമ്പോൾ അയാൾ വന്നിട്ട് ആ ഏരിയ മുഴുവൻ പഠിക്കും. നമുക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു ഏരിയ മൊത്തം ആ കോർപ്പറേഷൻ മുഴുവൻ പഠിച്ചിട്ട് ആണ് എന്നോട് 6 മാസത്തെ ഒരു പഠനം നടത്തിയിട്ട് എന്നോട്. പിന്നീട് ഒരു 6 വർഷം കഴിഞ്ഞു അല്ലേ, പിന്നീട് 6 വർഷം കഴിഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു. പിന്നെ 6 വർഷം 6 വർഷം എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. അപ്പൊ പെങ്ങളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് ആങ്ങളെ കെട്ടുന്നതാണ് നമുക്കൊരു രീതി. അത് രീതി. അപ്പൊ അതിനൊന്ന് ഒരാളെ ഏൽപ്പിക്കണം, അതിൻ്റെതായ സംഭവമൊക്കെ കഴിയണം. അത് കഴിഞ്ഞു. പിന്നെ ഒരു ആഗ്രഹം പണ്ടേ പറയായിരുന്നു, ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ കല്യാണം കഴിക്കുന്നു. പണ്ട് മുതൽ ആഗ്രഹം. സിനിമയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു പടം കേരളത്തിൽ ഒരു ദിവസം ഓടിയിട്ട് ഞാൻ പെണ്ണ് കെട്ടത്തുള്ളൂ. അത് അന്ന് ഒന്നും അല്ല. കറക്റ്റ് പടം ജനുവരി മാസം റിലീസ് ചെയ്തു, മാർച്ച് 3-ാം തീയതി ഞാൻ കല്യാണം കഴിച്ചു.